ടീച്ചേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പെല്ലിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കൺഫ്യൂസിങ് പെയേഴ്സ് ആയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. സോ സ്പെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെസൺ 25 സ്പെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്പെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയായിരുന്നെന്നും ഈ സ്പെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ റൂൾസും കുറച്ച് ജനറൽ റൂൾസൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് keep your attention here and let us discuss. Many students came to the institution with a bad conception about spelling. So ഒരുപാട് സ്റ്റുഡൻസ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ചേരുന്ന സമയത്ത് നമുക്ക് ഈ സ്പെല്ലിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജിനെ പറ്റിയിട്ട് പൊതുവേ ഒരുപാട് ബാഡ് കൺസെപ്ഷൻസ്, ഒരു തെറ്റായിട്ടുള്ള പല ധാരണകളുണ്ട്. അത് സ്പെല്ലിങ്, എസ്പെഷ്യലി സ്പെല്ലിങ്. ദേ തോട്ട് ദാറ്റ് ദ സ്പെല്ലിങ് ഈസ് നോട്ട് യെറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ വേർഡ്. ഒരു വേർഡിൽ അല്ലെങ്കിൽ ഒരു വാക്കിൽ സ്പെല്ലിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ സ്പെല്ലിങ്ങിന് ഒരു പ്രയോറിറ്റി ഇല്ല എന്നാണ് കോമൺലി ആളുകളെയൊക്കെ ചില തെറ്റിദ്ധാരണ. ദേ ഫോർഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദ സ്പെല്ലിങ് ദാറ്റ് മേക്ക് ദ വേർഡ് ഡിഫറെൻറ്റ്. അതായത് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മറന്നു പോകുന്നുണ്ട്. ഇസ് ദ സ്പെല്ലിങ് ദാറ്റ് മേക്ക് എ വേർഡ് ഡിഫറെൻറ്റ്. അതായത് ഓരോ വേർഡും ഈ സ്പെല്ലിങ്ങിലൂടെയാണ് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പെല്ലിങ് കൊണ്ടാണ് ഓരോ വേർഡ്സിനും അതിൻ്റെ ഡിഫറൻസ് കിട്ടുന്നതെന്ന് അവർ മറക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ തന്നെ ചീഫ്, തീഫ്. ഈ ചീഫിലും തീഫിലും അതുപോലെ ഫാം, ആം, ഇതിലൊക്കെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു കോമൺലി ഈ ഒരു CHIEF എന്നാണ് ചീഫ്. തീഫ് എന്ന് പറഞ്ഞാൽ THIEF എന്നാണ്. അതിൽ ആ സിയും ടിയും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ സ്പെല്ലിങ് എല്ലാം ഒന്നാണ്. അപ്പോൾ സ്പെല്ലിങ്ങിന് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ സ്പെല്ലിങ് എന്നുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്രയും എസെൻഷ്യലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ്. Although it is not possible to give some hard and fast rules which teach you the right spelling of all words. അതായത് ഇറ്റ്സ് എ ഹാർഡ് ടാസ്ക് ടു ടീച്ച്. അതായത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നാലെ നടന്ന് ഇത് അതിൻ്റെ സ്പെല്ലിങ്ങാണ്, അല്ലെങ്കിൽ അതിങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ള ഇങ്ങനെ ടീച്ച് ചെയ്യാൻ നിന്നാൽ അതിന് നേരം കാണത്തില്ല. അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹാർഡായിട്ടുള്ള ടാസ്ക്കാണ്. നമുക്ക് ഒരിക്കലും ഒരാൾക്കും, കാരണം എത്രയോ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ വൊക്കാബുലറി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും ഒരുപാട് പുതിയ വാക്കുകളും അതുപോലെ തന്നെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ സ്പെല്ലിങ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. വി ക്യാൻ ഗീവ് സം ഗൈഡ് ലൈൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ സ്പെല്ലിങ്. അതിന് ചില ടിപ്സ് അല്ലെങ്കിൽ ചെറിയ ഗൈഡ് ലൈൻസ് അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിഫോർ ദ ഗൈഡ് ലൈൻസ് യു ഷുഡ് നോ ദ മീനിങ് ഓഫ് എ കപ്പിൾ ഓഫ് ടേംസ് ലൈക്ക് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. അതായത് നിങ്ങൾ ആദ്യം സ്പെല്ലിങ്ങിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ സ്പെല്ലിങ്ങിൻ്റെ ഗൈഡ് ലൈനിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് പ്രിഫിക്സും സഫിക്സും എന്നറിയാം. പ്രിഫിക്സും സഫിക്സും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് പ്രിഫിക്സ് എന്താ, സഫിക്സ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. എ പ്രിഫിക്സ് ഈസ് എ ലെറ്റർ or a group of letters that we add at the beginning of a word to make other words. പ്രിഫിക്സ് എന്ന് പറയുന്നത് എ ലെറ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, ഒരു ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റർ ആയിരിക്കാം. വി ആറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അതായത് പ്രീ എന്നാണ് പറയുന്നത്. പ്രീ എന്ന് പറയുന്നത് ബിഫോർ എന്നുള്ള മീനിങ് ആണ് പ്രീ എന്നുള്ളതിന് വരുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്, ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ തുടക്കത്തിലാണ് നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത് ടു മേക്ക് അതർ വേർഡ്സ്. അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് വേറെ വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. ഇനി എന്താണ് സഫിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. സഫിക്സ് ഈസ് എ ലെറ്റർ
or a group of letters that we add at the end of a word to make other words. സഫിക്സും ഇതേ സെയിം ഇതാണ്, പക്ഷേ ചെറിയ ഒരു മാറ്റം. ഒന്ന് മുൻപിലാണെങ്കിൽ ഒന്ന് അറ്റ് ദ എൻഡാണ് വരുന്നത്. സഫിക്സ് ഈസ് എ ലെറ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റർ. സഫിക്സ് എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കാം. ദാറ്റ് വി ആഡ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. ഒരു വേർഡിൻ്റെ എൻഡിലാണ് അത് കൊടുക്കുക, സഫിക്സ് കൊടുക്കുക. വേർഡ് ടു മേക്ക് അതർ വേർഡ്സ്, അതായത് സെയിം പേർപ്പസ് തന്നെ വേറെ വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ള, ഒരു വാക്കിൽ നിന്ന് പുതിയ വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താ പ്രിഫിക്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ അണേബിൾ. അപ്പോൾ എന്നുള്ളത് ഒരു പ്രിഫിക്സാണ്. അണേബിൾ, അൺതിങ്കബിൾ, അൺഡു, UN, അൺ. അതുപോലെ തന്നെ റിമാർക്ക്, റീതിങ്ക്, റീറൈറ്റ്, ഇതൊക്കെ ഒരു പ്രിഫിക്സ്. ഇനി ഇത്തരത്തിൽ പ്രിഫിക്സിന് എക്സാമ്പിൾസ് നിങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. ഈ റീമാരേജ്, അതൊക്കെ റീന്ന് അണ്ണ് വെക്കുന്നതും അങ്ങനത്തെ വരുന്നതൊക്കെ പ്രിഫിക്സിലാണ് ഉൾപ്പെടുക. ഇനി സഫിക്സ് എന്താന്ന് പറഞ്ഞുതരാം. സഫിക്സ് എന്ന് പറയുന്നത് ISH, FUL അതൊക്കെയാണ് കേട്ടോ സഫിക്സിന്. ബോയിഷ്, ഗേളിഷ്, ചൈൽഡിഷ്. അതുപോലെ തന്നെ FUL പ്ലേഫുൾ, ജോയ്ഫുൾ, പോക്കറ്റ്ഫുൾ, ബ്യൂട്ടിഫുൾ, ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെ സഫിക്സിന്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഫിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ഇനി കുറച്ച് ജനറൽ റൂൾസ് ടു ബി നോട്ടഡ്, നമ്മൾ കുറച്ചും കൂടി നോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. എ വേർഡ് എൻഡ് വിത്ത് ആൻ അൺപ്രൊനൗൺസ്ഡ് ഇ loses the E with a suffix beginning with a vowel is added. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ വേർഡ് എൻഡിങ് വിത്ത് ആൻ അൺപ്രൊനൗൺസ്ഡ് ഇ, ചില വാക്കുകളിൽ ഈ എന്നുള്ളത് ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും അവിടെ. അപ്പോൾ അവിടെ ആ ഈ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഈ ലോസസ് വെൻ ദ സഫിക്സ് ബിഗിൻ വിത്ത് ആ ഒരു സഫിക്സ് വവ്വൽ സൗണ്ടിലാണ് സഫിക്സ് ബിഗിൻ ചെയ്യുന്നത്. സഫിക്സ് വവ്വലിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ വവ്വലായിരിക്കും അവിടെ ആഡ് ചെയ്യുക, പകരം ആ ഈ അവിടുന്ന് മാറ്റുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ അവിടുന്ന് ഒഴിവാക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ മെയ്റ്റ് എന്നുള്ളതിന് ഈ അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ ING ചേർക്കുമ്പോൾ അപ്പോൾ ING ഫോം എന്ന് പറയുമ്പോൾ ING വവ്വലാണ്. ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു സഫിക്സിൻ്റെ എൻഡിങ് സൗണ്ടിൽ അതിന് അതിൻ്റെ പ്രിഡോമിനൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അവിടെ നഷ്ടപ്പെട്ട് നമ്മളവിടെ ഒരു വവ്വൽ സൗണ്ടാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ അവിടുന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മേറ്റിംഗ്, I എന്നുള്ള ഈ IOU വവ്വൽസിൽ ING വവ്വലാണ്. അപ്പോൾ ലവിങ്, കണ്ടിന്യൂയിങ്, punctuating. There are exceptions in changeable and noticeable. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ സൗണ്ട് ING ഫോമുകളിൽ വവ്വൽസ് വരുമ്പോൾ കളയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചില എക്സെപ്ഷണൽ കേസസിൽ അല്ലെങ്കിൽ ചില റെയർ കേസസിൽ നമ്മൾ എക്സാമ്പിളായിട്ടുള്ള എക്സെപ്ഷൻ, ചേഞ്ചബിളും നോട്ടീസബിളിലും ഈ റൂള് ബാധകമല്ല. കേട്ടോളൂ, ചേഞ്ചബിൾ, നോട്ടീസബിളിലും ഈ റൂള് ബാധകമല്ല. ഇഫ് ദ സഫിക്സ് ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് ദ E ഈസ് നോട്ട് ഡ്രോപ്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ സഫിക്സ് വരുന്നത് ഒരു കോൺസണൻറ്റിലാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു കോൺസണൻറ്റ് സൗണ്ടിലാണ് വെക്കുന്നതെങ്കിൽ അവിടെ മാറ്റുന്നില്ല. വവ്വൽ സൗണ്ടിലാണെന്ന് വെച്ചാൽ അവിടെ കട്ട് ചെയ്ത് കളയുന്നു. അടുത്ത റൂളാണ്, ശ്രദ്ധിക്കുക. കോൺസണൻറ്റ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനവിടെ ഒരു മാറ്റവും വരുന്നില്ല. എക്സാമ്പിൾ ലവ് എന്ന് പറയുന്നത് ലവ്ലി ആക്കുന്നു, എന്ന് പറയും മൂവ്മെൻ്റ് ആക്കുന്നു, ട്രബിൾ എന്നുള്ളതിന് ട്രബിൾസം, അപ്പോൾ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. കോൺസണൻറ്റ് സൗണ്ടിലാണ് ആ ഒരു സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ബട്ട് ഇൻ ജഡ്ജ്മെൻറ്റ് ഈസ് ഡ്രോപ്ഡ് ക്യാൻ ബി റിട്ടൺ ആസ് ജഡ്ജ്മെൻറ്റ് ഓൾസോ. അതായത് ജഡ്ജ്മെൻറ്റിൽ അപ്പോൾ എക്സെപ്ഷൻ നമ്മൾ നേരത്തെ ചേഞ്ചബിൾ, നോട്ടീസബിൾ എന്നുള്ളത് വവ്വൽ സഫിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കോൺസണൻറ്റിൻ്റെ കാര്യത്തിൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള വേർഡ് അതിൽ നമ്മൾ
അത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദ സഫിക്സ് ഫുൾ ഹാസ് ഓൺലി വൺ ഇൻ ദി എൻഡ്. സ്പൂൺഫുൾ, പോക്കറ്റ്ഫുൾ, മൈൻഡ്ഫുൾ, കെയർഫുൾ, മൗത്ത്ഫുൾ എക്സെട്ര. സോ ചില സഫിക്സിന് ഫുൾ ഹാസ് ഓൺലി വൺ. സോ ഇത്തരത്തിലുള്ള സഫിക്സിൽ അതായത് ദ സഫിക്സ് ഫുൾ ഹാസ് ഓൺലി വൺ എൽ ഇൻ ദ എൻഡ്. സ്പൂൺഫുൾ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കാൻ വെച്ചാൽ സ്പൂൺഫുൾ, പോക്കറ്റ്ഫുൾ, മൈൻഡ്ഫുൾ, കെയർഫുൾ എക്സെട്ര. പിന്നെ അടുത്ത റൂള് പറയുന്നത് സംടൈംസ് ദ ഫൈനൽ കോൺസണൻറ്റ് ഈസ് ഡബിൾഡ് വെൻ വി ആഡ് എ സഫിക്സ്. അതായത് ചില സമയത്ത് ഫൈനൽ കോൺസണൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെൻ വി ആഡ് എ സഫിക്സ്, ഒരു സഫിക്സ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വേർഡ് ഡബിൾ ചെയ്യാൻ അല്ലെങ്കിൽ വേർഡുകൾ കൂടാൻ, വാക്കുകളുടെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ബിഗിൻ പറയുകയാണെന്ന് വെച്ചാൽ അവിടെ ബിഗിനിങ് ആവുന്നു. റോട്ട് മീൻസ് റോട്ടൺ ആവുന്നു. തിന്നർ ആൻഡ് തിന്നസ്റ്റ്. ഹോട്ടർ ആൻഡ് ഹോട്ടസ്റ്റ്. അപ്പോൾ വേർഡ് ഡബിൾ ചെയ്യുന്നു. എന്താ സഫിക്സിൻ്റെ ആ കോൺസണൻറ്റിൻ്റെ കൂടെ ആ സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ വേർഡ് ഡബിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. എ വേർഡ് ദാറ്റ് എൻഡ് ഇൻ എൽ, വെൻ വി ആഡ് എൽ വൈ ദർ ഈസ് എ ഡബിളിങ് ഓഫ് എൽ. ഇപ്പോൾ നമ്മളുണ്ടല്ലോ നേരത്തെ നമ്മൾ എല്ലിൻ്റെ കാര്യം പറഞ്ഞു, സ്പൂൺഫുൾ, പോക്കറ്റ്ഫുൾ എന്നൊക്കെ. അപ്പോൾ ചില വാക്കുകളിൽ എൽ വൈയിൽ അല്ലെങ്കിൽ എല്ലിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് എൽ വൈ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ല് ഡബിൾ ചെയ്യും. എൽ എന്നുള്ള വാക്ക് ഡബിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പം സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുള്ളി, മോറൽ എന്ന് പറഞ്ഞാൽ മോറലി, വൈറ്റൽ എന്ന് പറഞ്ഞാൽ വൈറ്റലി, കെയർഫുൾ എന്ന് പറഞ്ഞാൽ കെയർഫുള്ളി. ഇനി അടുത്ത റൂള് പറയുകയാണെന്ന് വെച്ചാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അതായത് എല്ലിൻ്റെ ഡബിളിങ് അവിടെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ബിഗിനിങ് ഒക്കെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഡബിളിങ് പറഞ്ഞതുപോലെ വെൻ എ പ്രിഫിക്സ് എൻ വിത്ത് ദ സെയിം ലെറ്റർ അറ്റ് ദ ലെറ്റർ ഓഫ് എ വേർഡ് which is added there is a doubling. ഇനി അടുത്തതെന്ന് പറയുകയാണെന്ന് വെച്ചാൽ വെൻ എ പ്രിഫിക്സ് എൻഡ് വിത്ത് ദ സെയിം ലെറ്റർ ആസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എ വേർഡ് ടു വിച്ച് ഈസ് ആഡഡ് ദർ ഈസ് എ ഡബിളിങ്. അവിടെ ഒരു ഡബിളിങ് എങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ വാക്കുകളുടെ ഇരട്ടിപ്പ് എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രിഫിക്സിൻ്റെ അവസാനത്തെ അക്ഷരവും വേർഡിൻ്റെ ആദ്യത്തെ ലെറ്ററും ഒന്നായിട്ട് വരിക എന്നുണ്ടെങ്കിൽ അവിടെ ഡബിളിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, മിസ് എന്ന് പറഞ്ഞു. മിസ് എന്ന് പറഞ്ഞാൽ മിസ്പെൽ. അതുപോലെ എന്ന് പറയുമ്പോൾ അൺനാച്ചുറൽ. എന്ന് പറഞ്ഞാൽ ഇല്ലിജിറ്റിമേറ്റ്. എം പറയുമ്പോൾ ഇമ്മെഷറബിൾ, മെറ്റീരിയൽ. അങ്ങനത്തെയൊക്കെ എക്സാമ്പിൾ പറയാം നമുക്ക്. പിന്നെ അടുത്തതായിട്ട് വെൻ ദ സഫിക്സ് നെസ് NESS ഈസ് ആഡഡ് ടു എ വേർഡ് എൻഡിങ് ഇൻ എൻ ദർ ഈസ് എ ഡബിളിങ് ഓഫ് എൻ. അതായത് നെസ് എന്നുള്ള വേർഡില്ലേ, ഗുഡ്നെസ് അങ്ങനത്തെയൊക്കെ വാക്കുകളുടെ കൂടെ എൻ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ എന്നുള്ള സഫിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും വേർഡ്സിൻ്റെ ആ എന്നിന് അല്ലെങ്കിൽ എന്നിന് അവിടെ ഡബിളിങ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഗ്രീൻനെസ്, തിൻനെസ്, മീൻനെസ്, അതൊക്കെ അതിന് എക്സാമ്പിൾ പറയാം. അടുത്തതായിട്ട് ദർ ആർ മെനി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വേർ വി യൂസ് EI to get sounds E as in B, F, etc. The rules to be followed here: I before E except after C. അതായത് നമ്മൾ EI എന്നുള്ള വേർഡ്സൊക്കെ നമ്മൾ ചില സൗണ്ട്സ് അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവിടെ സി എന്നുള്ള ലെറ്ററാണ് മുൻപേ അല്ലെങ്കിൽ സി എന്ന അക്ഷരത്തിന് ശേഷം വരുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിൽ അവിടെ EI ആയിരിക്കും വരിക. EI എന്നുള്ള ഇതായിരിക്കും വരിക. അപ്പോൾ എക്സാമ്പിൾ റിലീവ്, ബിലീവ്, റിട്രീവ്, സിഞ്ച്, സീവ്, റിസീവ്, ഡിസീവ്, കൺസീവ്, റിസീവ് ഒക്കെ എക്സാമ്പിൾസാണ്. അപ്പോൾ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. സീസ്, ഫോർഫിറ്റ്, കൗണ്ടർഫിറ്റ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഈ സൗണ്ടിന് ഒരു എക്സെപ്ഷണൽ കേസസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കേസസ് ആയിട്ടായിരിക്കും പറയുക. ഇനി ലാസ്റ്റ് റൂള് എന്തായിരിക്കും പറയുക? സം വേർബ് ഹാസ് എസ് ബട്ട് ദെയർ കറസ്പോണ്ടിങ് നൗൺസ് ആർ സി. അതായത് ചില വേർബ് അല്ലെങ്കിൽ ചില ക്രിയകൾ നൗൺസോ അല്ലെങ്കിൽ
നൗൺസായി മാറുന്ന സമയത്ത് എസ്സിന് പകരം നമ്മൾ സി ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വൈസ്. അപ്പോൾ അഡ്വൈസിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ADVISE എന്ന് പറയും. പക്ഷേ അത് നൗൺ ആവുന്ന സമയത്ത് വേർബ് നൗൺ ആവുമ്പം അവിടെ അത് മാറുന്നു ADVICE ആവുന്നു. പ്രാക്ടീസ് PRACTISE അത് PRACTICE ആവുന്നു. പ്രൊഫസി ഇതൊക്കെ മാറിപ്പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് സ്പെല്ലിങ്ങിൻ്റെ. നമ്മളിതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സ്പെല്ലിങ്ങിൻ്റെ യൂസേജും അതുപോലെ തന്നെ സ്പെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു വെരി മച്ച്.